ചൈനാഗ്രാസും വേണം. ഇവിടൊക്കെ വേണോ? ഈ എല്ലി ഇടാൻ പാടില്ല വൈകിട്ട്. വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ വക ഈദ് മുബാറക്. അപ്പോൾ തന്നെ നമ്മുടെ പെരുന്നാൾ തലേ ദിവസം നമ്മൾ അരീക്കോട് ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു. അടിപൊളി വൈബ് തന്നെയായിരുന്നു കേട്ടോ. അപ്പം നമ്മളിത് ഡെയിലി ഇപ്പോൾ അരീക്കോട് വരാറുണ്ട്. അപ്പോൾ ഇന്നും നമ്മൾ പെരുന്നാൾ തലേന്ന് തന്നെ അടിച്ചു പൊളിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം ആളുകളുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും പടക്കം പൊട്ടിക്കലും ഭയങ്കര ഒരു അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഇവിടെ സ്ഥിരമായിട്ട് വരുന്നത് തന്നെയാണ്. സോഡൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ഒരു മിൽമൻ്റെ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നമുക്ക് മിക്സ് ആയിട്ടുള്ള പായസത്തിന് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നാളെ നമുക്ക് എന്തായാലും പായസം ഉണ്ടാക്കണം. അപ്പോൾ ഞാനിതാ മിക്സാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതാ നമ്മൾ പെരുന്നാളിലേക്ക് വേണ്ടി അടിപൊളി ഒരു പുഡിങ് ഉണ്ടാക്കി കാണിച്ചു തരാം. അതിന് വേണ്ടി ഞാനിതാ മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങ നല്ല ക്ലീനാക്കി നല്ല രീതിയിലൊന്ന് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതാ 2 പാക്ക് പാല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞാനതിലേക്ക് കുറച്ച് പഞ്ചസാരയും മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇതെല്ലാം ചെയ്യേണ്ടത്. അതിനുശേഷം ഞാനിത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നേരത്തെ തയ്യാറാക്കി എടുത്തിട്ടുള്ള മാങ്ങൻ്റെ ആ ഒരു പളുപ്പില്ലേ, ഓവർ വെള്ളമൊന്നും കൂട്ടാതെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ആ ഒരു പളുപ്പ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി നമ്മൾ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഓവർ ആവണ്ട. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു കൂട്ടിൽ നിന്ന് ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ ഏത് ട്രേയിലാണോ സെറ്റ് ചെയ്യുന്ന ആ ഒരു ട്രേയിൽ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിരത്തി വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇതെല്ലാം ഓരോ ലെവലിൽ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്ത കസ്റ്റാർഡിൻ്റെ ആ ഒരു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പൾപ്പും ഇതിൽ മുകളിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതേമാതിരി തന്നെ നമ്മൾ വീണ്ടും ആ ഒരു ബ്രെഡ് വെച്ചിട്ട് കോട്ടിങ് ചെയ്യുക. മുകളിൽ കസ്റ്റാർഡിൻ്റെ ആ ഒരു ലിക്വിഡ് ഒഴിക്കുക. അതിനുശേഷം ഞാനിതാ ഏറ്റവും ടോപ്പിൽ നമ്മുടെ മാങ്ങനെ ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഭയങ്കര ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. ഇതിൽ നമ്മളിതാ ജലാറ്റിനോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. എന്നാലും പെട്ടെന്ന് സെറ്റാവും. ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് 11:30-ക്കാണ് കേട്ടോ. നമ്മൾ അരീക്കോടൊക്കെ പോയി വന്നതിന് ശേഷമാണ് നമ്മളിതാ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്താ കൈയൊക്കെ കാട്ടിത്തരുന്നേ? ഓ, നല്ല ആഗ്രഹമല്ലേ. ഉമ്മാക്ക് ആകെ ഇഷ്ടമുള്ളത് കല്യാണത്തിനും പെരുന്നാളിനും മൈലാഞ്ചി. അപ്പം ഞാനിതാ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉമ്മ അപ്പോഴേ പറയുന്നുണ്ട് എനിക്കിടാത്ത എന്താന്ന്. അപ്പോൾ അതാ ഉമ്മാക്ക് ഏകദേശം 12 മണിയായിട്ടുണ്ട്. ആ ടൈമിലാണ് നമ്മൾ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് ഒരുങ്ങണേ. ബിഗ് ബി ആകുമ്പോൾ പരിപാടി വേഗം കഴിയൂലേ. അപ്പോൾ അത് അമ്മക്ക് മൈലാഞ്ചി ഇട്ട് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയുണ്ട് ഉമ്മ? ഇതുപോലെ ഇവിടെയൊക്കെ വേണോ? ഈ എല്ലുകയ്യിൽ ഇവിടെയൊക്കെ വേണോ? ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞോളി. പക്ഷെ മോർണിംഗ് നമ്മളിതാ പത്തിരി അതുപോലെ തന്നെ നമ്മുടെ ബീഫ് വരട്ടിയതും ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മളിതാ ബിരിയാണീൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബിരിയാണി നമ്മൾ പെരുന്നാൾക്ക് എന്നും ഞാനാണ് കേട്ടോ ഇവിടെ വെക്കാറ്. അപ്പോൾ അതാ ഞാൻ ഇപ്രാവശ്യം ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. ബിരിയാണിയിലേക്ക് വേണ്ടിയുള്ളതും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിതാ ബിരിയാണിയിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഉമ്മ പിന്നെ ഇതാ നമ്മുടെ നെയ്ച്ചോറൊക്കെ ആക്കി തരും. പിന്നെ നമ്മൾ ദമ്മിടലാണ്. ഞാനാണ് കേട്ടോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കൽ. അപ്പോൾ ഇതാ ഇപ്രാവശ്യം നമ്മളൊന്ന് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഇതാ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതിനേക്ക് ഉള്ളത് നമ്മൾ തലേ ദിവസം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഉള്ളിയും പിന്നെ ഇതാ നമ്മുടെ ചിക്കൻ ഇതാ അവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഇന്ന് സ്പെഷ്യലായിട്ട് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ബിരിയാണീൻ്റെ ഡ്യൂട്ടി നമ്മക്കാണ് കേട്ടോ. നമ്മളിതാ ശരിയാക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ആദ്യം നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോലെ പിന്നെ ഉമ്മ നല്ല അടിപൊളി പായസമൊക്കെ ഉണ്ടാക്കും. ഉമ്മാൻ്റെ മൈലാഞ്ചി ഇട്ടെടുത്താണ് ഉമ്മ.
ഉമ്മ അതാ സുന്ദരിയായിട്ടുണ്ട്, നല്ല മൈലാഞ്ചിയൊക്കെ നല്ല ചോന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉള്ളിലിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഇടണം. പുറത്തുതാ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നൈലിട്ടത് ക്യൂടെക്സ് അല്ല, നമ്മുടെ എന്താ പറയുക ബ്ലാക്ക് ഹന്നയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ അതാ നമ്മുടെ ബിരിയാണി പെരുന്നാൾക്ക് ഞാനാണ് സാധാരണ വെക്കാറ്. അപ്പോൾ ആ ഒരു ഡ്യൂട്ടി ഇന്നും എനിക്ക് തന്നെയാണ്. അപ്പോൾ ഞാനിതാ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്ത് അത് കോരിയിട്ട് വേണം നമ്മുടെ ബിരിയാണി പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. കുട്ടനായിരുന്നല്ലോ, ഈദ് മുബാറക്. ഇവിടെ പള്ളി പോവാ. അവിടെ എത്ര മണിക്കാ? ഇപ്പൊക്കെ പോയി. ഷൂടാ ടൈമില്ല. അങ്ങോട്ടൊക്കെ ഹെൽമെറ്റ് ആണോ? അങ്ങോട്ടൊക്കെ ഹെൽമെറ്റ് ആണ്. അല്ല, ഇപ്പോഴും ആ വണ്ടിന്റെ അടുക്ക്, ആ ബുള്ളറ്റ് എടുത്ത് പോയിക്കാണ് ചെക്ക. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ ഇക്കതാ പള്ളിയിൽ പോവാണ് കേട്ടോ. ഷൂടാ ടൈമില്ല. കുക്കറിലേക്ക് ഇതാ നെയ്യും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചതാ സെറ്റാക്കി. സെറ്റ് തന്നെയാണ്. മസാല ഇത്തിരി ഓവർ കേട്ടോ. തക്കാളി വെക്കണം, തൈര് രസം. അപ്പം നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതാ എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഉള്ളി വാട്ടിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മളിതാ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഒന്ന് ഉള്ളി വഴന്നതിന് ശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് എല്ലാം പേസ്റ്റാക്കി വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളൊക്കെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. പക്ഷെ ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതെന്നുള്ളൂ. അതിന് ശേഷം ഇതാ നമ്മളിതാ ആ ഒരു കൂട്ടൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഇതാ കറിവേപ്പിൻ്റെലും നമ്മുടെ ചപ്പും കാര്യങ്ങളൊക്കെ ഇതാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ചപ്പൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കറിയിലായാലും അതുപോലെ തന്നെ ഒരുവിധ ഇതിലൊക്കെ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഉമ്മ ഇതാ നെയ്ച്ചോറിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള പണിയിലാണ്. ഉമ്മ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നെയ്ച്ചോറ് ഉമ്മാൻ്റെ കോഴി മുളകിട്ടത് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. അപ്പം നമ്മൾ നേരത്തെ ആക്കിയതെല്ലാം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതാ നമ്മുടെ തക്കാളി അരിഞ്ഞതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മസാല ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ ബിരിയാണി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഗരം മസാല, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനെ എല്ലാം കുറച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. ഉമ്മത ഇടയ്ക്ക് ഉമ്മാൻ്റെ പൊടിക്കൈകളായിട്ട് കൊണ്ടുവരുന്നുണ്ട്. മുളക് ഞാനിടാന്ന് പറഞ്ഞു ഉമ്മയാണ് ഇട്ടിരുന്നത്. കാരണം നമ്മൾ ചതച്ച് വെച്ച പച്ചമുളക് അത്യാവശ്യം എരിവുണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വിചാരിച്ചിട്ട് ഉമ്മയാണ് കുറച്ച് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനിതാ ലാസ്റ്റ് ഫൈനലി ഇതാ നമ്മുടെ ചപ്പ് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി മസാല ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മളിതാ ഒന്ന് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലി ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിലേറെ ഒന്നുകൂടി ഇഷ്ടം ബീഫ് ബിരിയാണി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പെരുന്നാൾക്ക് കൂടുതൽ വെക്കാറ് ചിക്കൻ ബിരിയാണി തന്നെയാണ്. അപ്പോൾ ഇപ്രാവശ്യം ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഉമ്മ. സാധാരണ ഉമ്മ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാതെയാണ് ഇവിടെ വെക്കാറ്. പക്ഷേ എൻ്റെ വീട്ടിൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ടൊക്കെയാണ് വെക്കാറ്. അപ്പോൾ നമ്മളിതാ മസാല എല്ലാം ഡയലൂട്ട് ചെയ്ത് നല്ല സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല എല്ലാം സെറ്റായിട്ടുണ്ട്. ഉമ്മാൻ്റെ നെയ്ച്ചോറിൻ്റെ പരിപാടി നടക്കുന്നുണ്ട്. അവിടെ കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ. കാരണം ഉമ്മാക്ക് എല്ലാ ഐറ്റംസും കുക്കറിൽ വെക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഉമ്മ നെയ്ച്ചോറാക്കി വെച്ചതിന് ശേഷം നമ്മളിതാ ഇതിലേക്ക് ദമ്മിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനി എൻ്റെ വീട്ടിലേക്ക് പോകുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കാണാൻ വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ നെയ്ച്ചോറിൻ്റെ പരിപാടികളാണ്. പിന്നെ നിങ്ങൾ എപ്പോഴും പറയുന്നത് നമ്മുടെ ഫുൾ ഫാമിലി ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ ഞാനിതാ എന്നോട് കഴിയുന്ന രീതിയിൽ എൻ്റെ കയ്യിലൊക്കെ നല്ല രീതിയിൽ രാവിലെയാണ് മൈലാഞ്ചി ഇട്ടിട്ടുള്ള ബിരിയാണി പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകണം. അവിടെ ചെറിയൊരു എല്ലാവരും കൂടുന്നുണ്ട്.
ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വേഗം നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ മൈലാഞ്ചി ആദ്യം ഇടുന്ന ആളാണ്, പക്ഷേ ഇപ്പോൾ കുറച്ചിടായിട്ട് മടിയായതിനു ശേഷം ഇപ്പോഴത്തെ കുറച്ച് ഡിസൈനൊക്കെ മറന്നു പോയിട്ടുണ്ട്. ഒന്ന് തട്ടിക്കൂട്ടി ഇട്ടതാണ്. ഉമ്മാക്ക് നൈറ്റിൽ ഇട്ട് കൊടുത്തു. ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മൈലാഞ്ചി ഇട്ടിന്. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മുടെ ബിരിയാണിയൊക്കെ വിളമ്പാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മസാല ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഇതാ സെറ്റാക്കുന്നുണ്ട്. ഇതെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ഉമ്മായുടെ വീട്ടിലേക്കാണ് കേട്ടോ. കണ്ട് ഉമ്മാൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ എന്തായാലും കാണിക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ബാക്കിയുള്ള വിശേഷങ്ങൾ ഓരോന്നായിട്ട് കാണാമല്ലേ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളിത് ടാബിളിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉപ്പിയും ഇക്കൊക്കെ ഇതാ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ 7:30 നമ്മുടെ പെരുന്നാൾ നിസ്കാരമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് നമ്മുടെ പുഡിങ്ങും ചിക്കൻ ഫ്രൈയും ബിരിയാണി എല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മാൻ്റെ പായസം കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. ഉപ്പുണ്ട്, ഇക്കുണ്ട്, ഞാനുണ്ട്, ഹസ്ബൻഡ്, ഉമ്മ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിലി. ഫുൾ ഫാമിലി നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കുഞ്ഞു സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുറേ കുട്ടികൾ നമ്മൾ പെരുന്നാൾക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവരെ വീഡിയോസ് എടുക്കാൻ എനിക്ക് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. കുറേ പേര് nasmivlogന്റെ വീടല്ലേ കാണണം എന്ന് പറഞ്ഞിട്ട് കുറേ ആൾ വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുറേ കുട്ടികൾ വന്നിട്ടുണ്ട്. അവരിങ്ങനെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോയപ്പോൾ ഇങ്ങോട്ട് കയറിയതാന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അതൊക്കെ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഇതാ നമ്മുടെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഉമ്മ എണീറ്റ് പോയിട്ടുണ്ട്. ഉമ്മ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് മറന്നു പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ എണീറ്റ്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതൊരു 10:15 നമ്മൾ നേരെ ഉമ്മാൻ്റെ ആങ്ങളുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മളെല്ലാവരും ഒന്ന് കൂടിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ ഈവനിങ് എൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും എൻ്റെ വീട്ടിൽ പോകണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ ആയിട്ട് നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മാക്സിമം നമ്മൾ ഷോർട്ടാക്കിയതാണ് വീഡിയോസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അസോ ഈ പെരുന്നാൾക്ക് എങ്ങോട്ടാ പോണേ? മാട്ടുമ്പലോ? മാട്ടുമ്പല എന്താ? പുത്തലത്താ? അപ്പം നമ്മൾ എല്ലാവരും കൂടി പോകാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ ഇതാ ഫാമിലി ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഉപ്പാൻ എല്ലാവരും ചോദിക്കാറുണ്ട്, ഉപ്പാനെ കാണുന്നില്ല. ആ പരാതി ഇന്നത്തോടെ തീർക്കാൻ കേട്ടോ. ഇതാണ് നമ്മുടെ ഉപ്പ, ഉമ്മ, എല്ലാവരും. അപ്പോൾ ഇനി നിങ്ങൾ ആരും കണ്ടില്ല എന്ന് പറയരുത്, ഇതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വീഡിയോസിലൊക്കെ വരും. പല വീഡിയോയിലും ഞാൻ ഉപ്പാനെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും അവരാരും കാണാത്തതുകൊണ്ടായിരിക്കും. ഉമ്മ ഇതാ സുന്ദരിയായിട്ടുണ്ട്. അപ്പം നമ്മളിതാ പോവാണ് എല്ലാവരും. നമ്മള് പോവല്ലേ? എങ്ങടാ പോണേ? എവിടക്കാ പോണേ? ഔ എന്താ എനർജി.